ആദവനാട് ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണച്ചന്തയിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. നമ്മൾ ഈ ഓണച്ചന്തയിൽ നമ്മുടെ കർഷകർ ഉൽപ്പാദിപ്പിച്ച നല്ല പച്ചക്കറികളുണ്ട്. അതോടൊപ്പം നമ്മൾ 30% വില കുറവിലാണ് പച്ചക്കറികൾ ആളുകൾക്ക് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ തന്നെ സംരംഭകര് കൃഷി ചെയ്തിട്ടുള്ള, നമ്മുടെ സംരംഭകർ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. അപ്പൊ ഇതെല്ലാവരും ഉപയോഗപ്പെടുത്തണം. ഈ ഓണത്തിന് നമ്മുടെ സ്ത്രീകളെ അതല്ലെങ്കിൽ നമ്മുടെ കർഷകരെ ഉൽപ്പന്നങ്ങളാവട്ടെ നിങ്ങളെ വീടുകളിൽ എത്തുന്നത്. അടക്കമുള്ള ഇവിടെ എത്തിയിട്ടുള്ള മറ്റ് കുടുംബശ്രീ ടീമുകൾ, കർഷകർ നടത്തി വരാറുണ്ട്. കഴിഞ്ഞ വർഷവും ഈ വർഷവും നമ്മള് കുടുംബശ്രീ ആദവനാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയും അതുപോലെ ആദവനാട് കൃഷിഭവനും സംയുക്തമായിട്ടാണ് ചന്ത നടത്തി വരുന്നത്. കഴിഞ്ഞ ഇത്തരത്തിലൊരു സംരംഭമായതുകൊണ്ടാണ് ഞാനിവിടെ സ്ഥലം അനുവദിച്ചത്. എന്താ വെച്ചാൽ എനിക്ക് കാര്യങ്ങളിലുള്ള ഉയർച്ച ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ മാസവും ചന്ത സ്ഥലം സൗകര്യം ചെയ്യുന്ന അതുപോലെ ഇവിടെ മെമ്പർ റുബീന, നമ്മൾ കുടുംബശ്രീ ചെയർപേഴ്സണായ സുജാതച്ചി, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഹാരിസ്, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാരായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മളെ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. സുഹൃത്തുക്കളെ, ആദവനാട് പഞ്ചായത്ത് കുടുംബശ്രീയും കൃഷിഭവനും കൂടി ഒരുക്കിയ ഓണച്ചന്ത വെട്ടിച്ചിറ ചുങ്കത്ത് ഇന്ന് ഉദ്ഘാടനം നടക്കുകയാണ്. ആ ഓണച്ചന്തയുടെ ഉദ്ഘാടന കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നാട്ടുകാരിൽ നിന്ന് ശേഖരിച്ച പച്ചക്കറികളാണ് ചന്തയിൽ വിൽപ്പന നടത്തുന്നത്. പച്ചക്കറികൾക്ക് പുറമെ അച്ചാറ്, പൂക്കൾ, മറ്റ് പലഹാരങ്ങൾ എല്ലാം ചന്തയിൽ ലഭ്യമാണ്. പഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും പ്രത്യേക സബ്സിഡി ഇനത്തിൽ വില കുറവിലാണ് പച്ചക്കറികളും മറ്റ് സാധനങ്ങളും വിൽക്കപ്പെടുന്നത്. ആദവനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആരിഷിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സനൂബിയ ഉദ്ഘാടനം ചെയ്തു. മെമ്പർമാരായ കുഞ്ഞി മുഹമ്മദ്, സക്കരിയ, നാസർ, മുസ്തഫ, സ്ഥലം ഉടമ റാഫി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. CDS ചെയർപേഴ്സൺ സുജാത സ്വാഗതവും ഉപസമിതി കൺവീനർ മുംതാസ് നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന പരിപാടിയുടെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊട്ടി കൊട്ടി എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എല്ലാ വർഷവും അതിഗംഭീരമായി നടത്തിക്കൊണ്ടു പോവാറുള്ള ആദവനാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ഓണച്ചന്തയാണ് ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഓണച്ചന്തയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യയായ പ്രിയങ്കരിയായ നമ്മുടെ ആദവനാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി TP സിനോവിയ, വൈസ് പ്രസിഡന്റ് ശ്രീ ഹാരിസ്, പ്രിയപ്പെട്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, കുടുംബശ്രീയുടെ എല്ലാ പരിപാടിക്കും വർഷങ്ങളായി എല്ലാ സപ്പോർട്ടും എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് നമ്മളെ എപ്പോഴും പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കുഞ്ഞഹമ്മദ്, അതുപോലെ പ്രിയപ്പെട്ട മെമ്പർമാരായ ശ്രീ മുസ്തഫ, ശ്രീമതി റുബീന, ശ്രീ നാസർ പുളിക്കൽ,
ശ്രീ സക്കറിയ മെമ്പർ, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ കുടുംബശ്രീയുടെ MEC സജ്ന, CLC ആയ സലീന, CC ആദിത്യ, മറ്റ് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഉപസമിതി കൺവീനർമാരായ മുന്താസ്, സലീന, മറ്റ് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ CDS മെമ്പർമാരെയും, അതിലേറെ ഈ ചന്ത അതിഗംഭീരമാക്കുന്നതിന് വേണ്ടി, വിജയകരമാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ കുടുംബശ്രീയുടെ സംരംഭകരെ എല്ലാവരെയും, അതുപോലെ തന്നെ നമ്മുടെ ഈ ചന്ത അതിഗംഭീരമാക്കുന്നതിന് നമ്മളോടൊപ്പം ചേർന്ന് കഴിഞ്ഞ വർഷം മുതൽ കർഷക ചന്തയും കൂടി നടത്തി വരികയാണ്. പ്രിയപ്പെട്ട കൃഷി ഓഫീസർ, പ്രിയപ്പെട്ട കർഷകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇനി കൂടുതലായി ഒന്നും ഞാൻ ഇതേക്കുറിച്ച് പറയുന്നില്ല. അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഹാരിസിനെ ക്ഷണിക്കുന്നു. നല്ല വിഷരഹിതമായിട്ട് നല്ല പച്ചക്കറികളും രാവിലെ തന്നെ അവരിവിടെ എത്തിച്ചിട്ടുണ്ട്. അത് നല്ല കുറഞ്ഞ വിലക്ക് നല്ല സാധനങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഈ ഒരു വിപണി വർഷക്കാലം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഷം. അപ്പൊ ഇപ്രാവശ്യം അതുപോലെ തന്നെ നല്ല ഭംഗിയായി നമ്മളിവിടെ ചേർന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരെയും ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ഇത് നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ നമ്മൾ അവരുടെ ഉത്തരവാദിത്വം മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ ചടങ്ങിന്റെ അധ്യക്ഷൻ കൂടിയായ വൈസ് പ്രസിഡന്റ് ഹാരിസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മറ്റു പ്രിയപ്പെട്ട മെമ്പർമാരായ മുസ്തഫ മിന്നത്ത്, നാസർ പുളിക്കർ, റുബീന, സക്കരിയ, മറ്റിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൃഷി ഓഫീസർ, അതിലപ്പുറമായി നമ്മുടെ ഈ ചന്തയ്ക്ക് ഫുള്ള് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ CDS ചെയർപേഴ്സൺ സുജാതേച്ചി, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബ്ലോക്ക് കോർഡിനേറ്റർമാർ, അതുപോലെ CDS മെമ്പർമാര്, സംരംഭകര്, അതുപോലെ പ്രിയപ്പെട്ട കർഷകര്, മറ്റിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മളെല്ലാ വർഷവും നടത്തി വരുന്ന പോലെ ഉള്ള ഓണം ചന്തയാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ തവണയും ഇത്തവണയും കൃഷിഭവനും നമ്മളും കൂടെ കുടുംബശ്രീയും കൂടെ സംയുക്തമായിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് നല്ല രീതിയിൽ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ഒരുപാട് സംരംഭകർ ഇതിലേക്ക് സാധനങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട്. അപ്പോ നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ സ്ത്രീകൾ ഉണ്ടാക്കുന്ന, നമ്മൾക്ക് പുറത്ത് വാങ്ങിക്കുന്നേക്കാളും നല്ല രീതിയിൽ വാങ്ങിക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ നമ്മുടെ കർഷകരെ കൃഷി ചെയ്യുന്ന, അതായത് കർഷകരെ കയ്യിൽ നിന്ന് നമ്മൾ 10% അധികം വില കൊടുത്ത് വാങ്ങിച്ച് ആളുകൾക്ക് 30% സബ്സിഡിയോട് കൂടിയിട്ടാണ് നമ്മളിവിടെ പച്ചക്കറികളും മറ്റും വിൽക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം, പരമാവധി ആളുകളെ ഇതിലേക്ക് എത്തിക്കണം, ഇത് നല്ല രീതിയിൽ വിജയിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചു. അയൽക്കൂട്ടങ്ങളൊക്കെ ഉയർന്നു ചിന്തിച്ചുകൊണ്ട് ഒരു 4-5 ആൾ മിനിമം കൂട്ടിക്കൊണ്ട് പരമാവധി സംരംഭങ്ങൾ ഉണ്ടാക്കി നമ്മൾ സ്വയം പര്യാപ്തത്തിൽ സാമ്പത്തികമായി സ്ത്രീകളൊക്കെ ഉന്നമനത്തിൽ സ്വയം പര്യാപ്തത്തിൽ എത്തിക്കാവുന്ന ലക്ഷ്യം കൂടി കുടുംബശ്രീയിലുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും നമുക്ക് മുദ്രാ ലോൺ, അതുപോലെ പലിശരഹിത ലോണുകൾ പലതുണ്ട്, അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേവലം നമ്മൾ നല്ല രീതിയിലുള്ള സംരംഭങ്ങൾ പല പഞ്ചായത്തിലും നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനിയും നിങ്ങളുടെ ആ രംഗത്ത് എല്ലാ കുടുംബശ്രീ പ്രവർത്തനം ഉയർന്നു വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ കുടുംബശ്രീ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി നമ്മളെല്ലാവരും മുന്നിട്ടിറങ്ങണം. ഈ ചന്ത വളരെ വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ നാട്ടുകാര് ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ നമുക്ക് ഈ മേളയിലൂടെ നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ പറയാനുള്ളത്, പച്ചക്കറികളാണെങ്കിൽ കുടുംബശ്രീന്റെ ഭാഗത്തു നിന്ന് കുടുംബശ്രീന്റെ ഉൽപ്പന്നങ്ങളായ കുറെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ എല്ലാവരും സഹകരിക്കുക. ഈ ചടങ്ങിന് എല്ലാവിധ നന്മ നിറഞ്ഞ ആശംസകളും നേരുന്നു. നമുക്കറിയാം, നമ്മൾ എല്ലാ വർഷവും കൃഷി വകുപ്പ് ഓണത്തിന്റെ സമയത്ത് വിപണിയിലേക്ക് ഒരു ഇടപെടൽ എന്ന നിലക്ക് എല്ലാ വർഷവും ചന്ത നടത്തി വരാറുണ്ട്. കഴിഞ്ഞ വർഷവും ഈ വർഷവും നമ്മൾ കുടുംബശ്രീ ആദവനാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയും അതുപോലെ ആദവനാട് കൃഷിഭവനും സംയുക്തമായിട്ടാണ് ചന്ത നടത്തി വരുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വളരെ വിപുലമായി തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം ചന്ത നടത്തുന്നത്. പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ
കർഷകരുടെ കയ്യിൽ നിന്നും 10% അവർക്ക് സംഭരണ വിലയേക്കാളും 10% കൂട്ടിയിട്ടാണ് നമ്മൾ പച്ചക്കറികൾ സംഭരിക്കുന്നത്. 30% മാർക്കറ്റ് വിലയേക്കാളും കുറഞ്ഞ വിലയിലാണ് നമ്മൾ ഗുണഭോക്താക്കൾക്ക് പച്ചക്കറി ലഭ്യമാക്കുന്നത്. അതുപോലെ നമുക്കറിയാം ഇപ്പോൾ ഓണക്കാലത്ത് നമ്മുടെ വിപണിയിലെ പച്ചക്കറിക്കും എല്ലാം വില കൂടുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു വിലയെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കൃഷി വകുപ്പ് സാധാരണ ചന്തകൾ നടത്താറുള്ളത്. അതുപോലെ തന്നെ കുടുംബശ്രീയും നമുക്കറിയാം സംരംഭകരെ എല്ലാം കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് ഇൻഡിപെൻഡൻസ് കൂടുന്ന ഒരു സമയമാണ്. അപ്പം നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനും അതുപോലെ സ്ത്രീകൾക്ക് ഒരു സംരംഭകരാവാൻ ഇന്ന് ധാരാളം അവസരങ്ങളുണ്ട്. ധാരാളം ലോണുകൾ, ധാരാളം ഫിനാൻഷ്യൽ സപ്പോർട്ട് എല്ലാം നമുക്ക് ഇന്ന് എന്റർപ്രണേഴ്സിന് ലഭ്യമാണ്. അതുകൊണ്ട് നമുക്കറിയാം ഒരുപാട് നല്ല എന്റർപ്രണേഴ്സ് സ്ത്രീകൾ തന്നെ നമ്മൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സർക്കാർ എല്ലാ വർഷവും കുടുംബശ്രീയുടെ വിപണന മേളയായാലും കൃഷി വകുപ്പിന്റെ ചന്തയായാലും ഒക്കെ നടത്തി വരുന്നത്. എല്ലാവരുടെയും വളരെ നല്ല സഹകരണം ഇതിന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. താങ്ക് യു. സബ്സിഡിയോട് കൂടിയാണ് കിട്ടുന്നത്. മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും വില കുറഞ്ഞ് നല്ല എന്താ പറയുക വിഷരഹിതമായ പച്ചക്കറികളാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീയിലെ സഹോദരിമാർ ഉത്പാദിപ്പിക്കുന്ന ഹോംമെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ട്. അച്ചാറുകളും മറ്റുള്ള സാധനം. അതുപോലെ തന്നെ നമ്മുടെ കിടിലൻ പ്രസിഡന്റിന്റെ പ്രിയപ്പെട്ട മധുര പലഹാരങ്ങളൊക്കെ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കറിയാം നമ്മുടെ പ്രസിഡന്റ് ഭരണം കൈയാളുമ്പോൾ തന്നെ ഒരുപാട് കഴിവുകളുള്ള രുചി മേഖലയിൽ വിവിധ മേഖലകളിൽ കഴിവുള്ള പ്രസിഡന്റ് കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് താഴേക്കടയിൽ എത്തിച്ച് കൂടുതൽ നമ്മുടെ ഈ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി എല്ലാവരും എത്തിക്കണമെന്ന് നമ്മുടെ CDSC ഗ്രൂപ്പുകളിലൊക്കെ ഇത് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നിർത്തുന്നു. നന്ദി. ജയിക്കും. ഈ ചന്ത ഇവിടെ സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർക്കും പ്രസിഡന്റിനും ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു. ഇത്തരത്തിലൊരു സംരംഭമായതുകൊണ്ടാണ് ഞാനിവിടെ സ്ഥലം അനുവദിച്ചത്. എന്താ വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളൊരു വിഷയമാണ് അഗ്രികൾച്ചർ. അതുകൊണ്ടാണ് ഇനി പഞ്ചായത്ത് സഹകരിക്കുകയാണെങ്കിൽ ഇത് സ്ഥിരമാക്കിയാലോ എന്നും കൂടി ആലോചിക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിലുള്ള ഒരുപാട് കർഷകരുണ്ട്. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഓരോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കണ്ട് അവർക്ക് അവരുടെ സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു സ്ഥിരം ചന്ത, അങ്ങനെ ഒരു ആശയത്തിനെ കുറിച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്ന് പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് എൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമസ്കാരം. അപ്പോൾ എല്ലാവരും പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മളെ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു, വൈസ് പ്രസിഡന്റ് അധ്യക്ഷ സ്ഥാനം വഹിച്ചു, ചെയർപേഴ്സൺ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ലാസ്റ്റ് നന്ദി പറയാനാണ് എന്നെ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യമായി നമ്മുടെ പ്രസിഡന്റിന് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ്, കുഞ്ഞുട്ടി മെമ്പർ, പുസ്തക മെമ്പർ, റുബീന മാഡം, അതേപോലെ നാസർ പുളിക്കൽ മെമ്പർ, നമ്മളുടെ ഈ സ്ഥലം ഇത്രയും സെറ്റപ്പ് ചെയ്ത് തന്ന റാഫി എന്ന് പറയുന്ന ആള്, ഞാൻ അവരേക്ക് ഇപ്പോഴാണ് ഒന്ന് ശരിക്കും കണ്ടിട്ടുള്ളൂ. എനിക്ക് അവരെ പറ്റി വളരെ ഉപകാരം, വളരെ ഒരു ഇത്രയും സെറ്റപ്പോട് കൂടി അവരുടെ സ്ഥാപനം തന്നെ നമുക്ക് ഓപ്പൺ ആക്കാൻ തന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മളെ എല്ലാമായ കൃഷി ഓഫീസർ ആദ്യമായിട്ടാണ് ഒരു കൂപ്പൺ സിസ്റ്റം കഴിഞ്ഞ വർഷം നമ്മളെ ആദവനാട് പഞ്ചായത്ത് നടത്തിപ്പോരുക. 3 വർഷം തികയാൻ പോകുന്നു ഞാനൊരു ME കൺവീനർ എന്ന സ്ഥാനത്തേക്ക് ഇറങ്ങിയിട്ട്. പക്ഷെ ഒരുപാട് സംരംഭകരെ എത്തിക്കാനും ഒരുപാട് സംരംഭകർക്ക് നല്ലൊരു വരുമാന മാർഗം ആവുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ചന്ത. അതുപോലെ കൃഷിഭവൻ നമ്മളുടെ കൂടെ വന്നതുകൊണ്ട് നമുക്ക് നല്ല പച്ചക്കറികൾ, ഒരുപാട് ആളുകൾക്ക് നല്ല നാച്ചുറലായ പച്ചക്കറികൾ തന്നെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. ഒരുപാട് ആളുകൾ അതിനെ പറ്റിയിട്ട് ഒരുപാട് ആശംസകൾ അറിയിച്ചിട്ടുമുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടുകാരെന്നെ പറഞ്ഞു, നമുക്ക് ഇത്രയും വിപുലമായിട്ടുള്ള അകത്തിലിരിക്കുന്ന ഒരുപാട് സ്ത്രീകളെ നമുക്ക് പുറത്തിറക്കാൻ കഴിഞ്ഞല്ലോ, ഇത്രയും വിപുലമായിട്ടൊക്കെ നമുക്ക് കുടുംബശ്രീക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞ ഒരവസരം കൂടിയും കഴിഞ്ഞ വർഷത്തെ ചന്തയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ആവണം നമുക്ക് ഈ 3 ദിവസം കൂടി. ഈ 3 ദിവസം 11, 12, 13 തീയതികളിലാണ് നമ്മളിവിടെ ചന്ത നടത്താൻ പ്രതീക്ഷിച്ചിട്ടുള്ളത്. അതിന് നമ്മളുടെ നാട്ടുകാരുടെ നല്ല ഒരു സഹകരണം ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അഭിമാനപൂർവ്വം തന്നെയാണ്. നല്ലൊരു സപ്പോർട്ടും നല്ലൊരു സഹായങ്ങളും അവർ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഈ പ്രാവശ്യവും എല്ലാവരും ഞങ്ങളെ കൂടെ നിൽക്കും, ഞങ്ങളെ സഹായിക്കും എന്നൊരു പ്രതീക്ഷയോടെ
എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.